ലോക പരിസ്ഥിതി ദിനം. ലോകത്താകമാനമുള്ളവർക്ക് പ്രകൃതിയെ ഓർക്കാനായി ഒരു ദിനം. ഈ ദിനത്തിൽ നാം കൂട്ടുകാർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊരു ദിനത്തിൽ മാത്രം ഒതുക്കേണ്ട ഒന്നല്ല. വർഷം മുഴുവൻ നമ്മൾക്ക് ജീവനുള്ള കാലത്തോളം പിന്തുടരേണ്ടതാണ് പ്രകൃതി സംരക്ഷണം. പ്രകൃതി നമ്മൾക്ക് മാത്രമല്ല, ഭൂമിയിലെ മറ്റെല്ലാ ചരാചരങ്ങൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒന്നാണ്. എന്നാൽ ഇന്ന് പ്രകൃതി ദൈനംദിനം മലിനീകരിക്കപ്പെടുന്നതുകൊണ്ട് അതിൻ്റെ വിപത്തുകൾ ആഗോള താപനമായും മഴക്കെടുതിയായും കൊടും വരൾച്ചയായും നമ്മുടെ തന്നെ നിലനിൽപ്പിന് ഭീഷണിയായിക്കൊണ്ടിരിക്കുന്നു. ജൂൺ 5 കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പരിസ്ഥിതി ദിന പരിപാടികളിലൂടെയാണ് കൊച്ചു TV കൂട്ടുകാരെ ഇന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ശുചിത്വം സുന്ദരം കേരളം. എല്ലാവർക്കും ശുചിത്വം സുന്ദരം കേരളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കുസാറ്റിലെ വിദ്യാർത്ഥികളും കൊച്ചു ടീമും ചേർന്ന് അവതരിപ്പിക്കുന്ന ശുചിത്വം സുന്ദരം കേരളത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാനിപ്പം കുസാറ്റിലാണ്, ഇവിടുത്തെ ക്യാമ്പസിലാണ്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, വളരെ പ്രകൃതിയോട് അടുത്ത് നിൽക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ആണെങ്കിലും ഇവിടെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചേക്കാണെങ്കിലും അല്ലേ, വളരെ മനോഹരമായിട്ടാണ് ഇവിടുത്തെ ഒരു എന്താ പറയുക ഗാർഡനിങ് കൺസ്ട്രക്ഷനും അല്ലെങ്കിൽ ഇവിടുത്തെ ബിൽഡിങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. അപ്പം പരിസ്ഥിതിയോട് ഇണങ്ങി നിൽക്കുന്ന രീതിയിൽ അല്ലേ, നമ്മുടെ എക്കോസിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ശരിക്കും ഇവിടുത്തെ ഒരു കൺസ്ട്രക്ഷൻ്റെ രീതി. അപ്പം നമ്മൾ പരിസ്ഥിതി ദിനമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പരിസ്ഥിതി മലിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, കുറേ നാളായിട്ടായിരിക്കും ഒരു കാലഘട്ടം തുടങ്ങി വളരെ മലിനമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നോയിസ് പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, എന്ത് പറയുക, എല്ലാ പൊല്യൂഷൻസും ഉണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് കീപ്പപ്പ് ചെയ്ത് അല്ലെങ്കിൽ ബിൽഡപ്പ് ചെയ്തെടുക്കണം, എല്ലാം മാറ്റിയിട്ട് നല്ലോണം ഒന്ന് മേക്കപ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ചെറിയ ക്യാമ്പയിൻ ഇന്ന് ഇവിടെ ഉണ്ട്, ക്ലീൻ കൊച്ചി അല്ലേ. നമ്മളെല്ലാവരും കൊച്ചിക്കാരല്ലേ അല്ലേ? അപ്പം നമ്മുടെ കൊച്ചി നമുക്ക് കുറച്ചും കൂടെ നല്ല എനർജറ്റിക് ആയിട്ട് പ്രകൃതി രമണീയമായിട്ട് അല്ലേ നമുക്ക് ഇണങ്ങി നിൽക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കൊച്ചു TVയും അതുപോലെ തന്നെ കുസാറ്റിലെ എല്ലാ കുട്ടികളും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു ക്യാമ്പയിനാണ് ക്ലീൻ കൊച്ചി. എൻ്റെ കൂടെ നമ്മുടെ കുട്ടികൾ മാത്രമല്ല, കുറച്ച് വിശിഷ്ട വ്യക്തികൾ കൂടെ ഉണ്ട്. ഞാൻ ആദ്യം തന്നെ എന്താ പറയുക പരിചയപ്പെടുത്തുവാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ കമ്മട്ടിപ്പാടം മൂവി ആരൊക്കെ കണ്ടു? ഒത്തിരി പേര് കണ്ടിട്ടുണ്ട്. കാരണം വളരെ ഒരു തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മൂവിയാണ് കമ്മട്ടിപ്പാടം എന്ന് പറയുന്നത്. കമ്മട്ടിപ്പാടത്തിലെ ഒരു വലിയ ഗുണ്ടയാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ അഷ്റഫിക്ക. അപ്പൊ കമ്മട്ടിപ്പാടം ഇപ്പൊ നല്ല വിജയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് പരിസ്ഥിതിയായിട്ടിണങ്ങിയ മൂവിയാണെന്ന് നിങ്ങൾ പറയുമ്പോൾ അത് ശരിയായിരിക്കണം, നമുക്കറിയാലോ. ഏതായാലും കമ്മട്ടിപ്പാടം പരിസ്ഥിതി ചർച്ച ചെയ്താലും ചർച്ച ചെയ്തില്ലെങ്കിലും പരിസ്ഥിതി ഇവിടെ നാം ഏറ്റെടുത്ത് അതിനെ ക്ലീൻ ആക്കി ശുദ്ധീകരിച്ച് നിർത്തേണ്ടത് ഈ വരുന്ന ഈ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് അത്യന്താപേക്ഷിതമാണ്. ഇപ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞു പരിസ്ഥിതി മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന്. യഥാർത്ഥത്തിൽ അതല്ല ശരി. പരിസ്ഥിതി ഓൾറെഡി മലിനമാക്കപ്പെട്ട് കഴിഞ്ഞു. പരിസ്ഥിതി പോയി തീർന്നു. ഇനിയിപ്പോൾ നമ്മളിനി പുതുതായിട്ട് അതിനെ ഒന്ന് ബിൽഡപ്പ് ചെയ്തെടുക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ഇപ്പോൾ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കണ്ടില്ലായിരുന്നു, ഇത് മലിനമാക്കപ്പെട്ടു, ഭൂമിയെ മൊത്തം മലിനമാക്കപ്പെട്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ നിന്ന് ഇനി എൻ്റെ തലമുറയിലോ അല്ലെങ്കിൽ എനിക്ക് മുമ്പുള്ള തലമുറയ്ക്കോ ഒക്കെ ഒരു ക്ലാസ് കൊടുത്ത് അവരെയൊക്കെ ബോധവൽക്കരണം ചെയ്ത് ഇതിലേക്ക് നിങ്ങൾ മാലിന്യം വെളിയിൽ വലിച്ചെറിയരുത് എന്നൊന്നും പറഞ്ഞ് നന്നാക്കിയെടുക്കുന്ന കാര്യം നടക്കാത്ത കാര്യമാണ്. ഇനി ഈ കൊച്ചുങ്ങളെ എന്താണ് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി, കവി പറഞ്ഞതുപോലെ വരും തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? അത് സാധ്യമല്ല, നിങ്ങൾക്കിവിടെ വാസം സാധ്യമല്ല എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ട പരിപാടികൾ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പ്രശസ്ത സംവിധായകനായ സെന്നൻ പള്ളാശ്ശേരി നമ്മോട് പറഞ്ഞത് വേനലിനെ പറ്റിയാണ്. കഴിഞ്ഞ വേനൽക്കാലം കൂട്ടുകാർ എല്ലാം അനുഭവിച്ചറിഞ്ഞതാണ്. മരം വെട്ടി നമ്മൾ കോൺക്രീറ്റ് കൂടാരങ്ങൾ നിർമ്മിച്ചതിന്റെ വിപത്താണ് ഇത്.
ഇപ്പോൾ നമ്മൾ ഓർത്തന്നെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ വേനൽക്കാലം നമ്മളെല്ലാവരും കുട്ടികളടക്കം ഒത്തിരി പേര് നമ്മളെ ഈ കേരള ജനത മുഴുവൻ അനുഭവിച്ചതാണ്. ചൂട് കൊണ്ട് സഹിക്കാൻ ഒത്തിരി മരിച്ചു പാലക്കാടൊക്കെ. അപ്പോൾ മരങ്ങൾ ചെടി നടന്നതും അത് മരങ്ങൾ നിലനിൽക്കേണ്ടതും ഒക്കെ നമ്മുടെ തന്നെ ആവശ്യമാണെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞൊരു കാലഘട്ടമാണ് നമ്മൾ തന്നെ. അപ്പം പ്രത്യേകിച്ചും ഇപ്പം അമ്പലങ്ങളിൽ പോലും ഈ ജന്മനക്ഷത്ര ദിവസം വന്നിട്ട് ചെടികൾ ഓരോ ജന്മനക്ഷത്രത്തിനും ഒരു ചെടിയുണ്ടെന്നാണ് പറയുന്നത്. അതെല്ലാം നട്ടു തുടങ്ങി. അപ്പോൾ അതെല്ലാം ബോധവൽക്കർക്ക് എല്ലാ സൈഡിൽ നിന്നും പ്രകൃതി നിലനിർത്താനുള്ള ഒരു സംഭവങ്ങൾ എല്ലാ സൈഡിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. വരും തലമുറയിൽ നിന്നും നമ്മൾ കടം വാങ്ങി തിരികെ ഏൽപ്പിക്കേണ്ട ഒരു ഭൂമിയാണിത്. ഭൂമി എന്ന് പറഞ്ഞാൽ മരമാണ്. മരം ബേസാണ്. മരം ഇല്ലെങ്കിലും ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ശുചിത്വ കേരളം, സുന്ദര കേരളം അത് തന്നെ ഇവരാണ് കാണുന്നത്. പ്രത്യേകിച്ച് എസ്പെഷ്യലി കുട്ടികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കൊച്ചു ടി വിയിലൂടെ ഇത് വരുമ്പോൾ അതിന്റെ കറക്റ്റ് റീച്ചാണ്. ബാക്കി പല ചാനലിലും വരുന്നതിന് കൂടുതൽ ഇമ്പാക്റ്റ് ആയിരിക്കും കുട്ടികൾ ഇത് കാണുമ്പോൾ. ഇത് നല്ലൊരു പരിപാടിയായിട്ടാണ് തോന്നുന്നത്. നല്ലൊരു പോസിറ്റീവ് എനർജി ഉള്ള നല്ലൊരു, പ്രത്യേകിച്ച് ഈ കുസാറ്റിന്റെ ഈ അറ്റ്മോസ്ഫിയറിൽ എല്ലാവർക്കും തന്നെ മനസ്സിലാവും വളരെ തണുപ്പാണ്. നമ്മളിവിടെ എത്തുമ്പോൾ വേറൊരു ലോകത്ത് പോലെ. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പിള്ളേരുടെ ഒരു എഫേർട്ടാണ് ശരിക്കും. ടീച്ചേഴ്സും പിള്ളേരുടെ എഫേർട്ട് തന്നെയാണ് ഇവിടെ നമുക്ക് ഇത്രയും ഭംഗിയിൽ കാണാൻ സാധിക്കുന്നതിന്റെ മെയിൻ റീസൺ. എൻ്റെ പേര് ഡോക്ടർ ശശി ഗോപാലൻ. സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ വർക്ക് ചെയ്യുന്നു. നേച്ചർ ക്ലബ്ബുമായിട്ട് കുറച്ച് കാലങ്ങളായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ NSS ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു. പ്രവർത്തനം വളരെ നല്ല രീതിയിൽ പോകുന്നു. NSSന്റെ ഇവിടുത്തെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും അവസാനം നടന്ന ഇവിടുത്തെ വേസ്റ്റ് കളക്ഷൻ, ഇവിടെയുള്ള മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലെ കുട്ടികളുടെയും ടീച്ചേഴ്സിൻ്റെയും വീടുകളിലുള്ള അടക്കമുള്ള കംപ്ലീറ്റ് വേസ്റ്റുകൾ കളക്ട് ചെയ്തിട്ട് അത് വേറെ എവിടെയെങ്കിലും കൊണ്ട് ഡീകമ്പോസ് ചെയ്യുന്ന രീതിയിലാണ് ഈ റീസെന്റ് ആയിട്ട് നടന്നത് റീയൂസ് പ്രോസസ്. ഈ ഒരു എൻവയോൺമെന്റ് ഡേയിൽ എന്താണ് പറയാനുള്ളത്? അത് നിങ്ങളിവിടെ എനിക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മരത്തിന്റെ കീഴെ ശരിക്കും സംഭവിക്കണമെന്ന് വെച്ചാൽ എയർ പ്യൂരിഫിക്കേഷൻ, അതാണ് ശരിക്കും നടക്കുന്നത്. അത് നമുക്കറിയാം ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന സംഭവങ്ങൾ ഈ പിന്നെ ഡീസൽ വാഹനങ്ങളെല്ലാം ബാൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഓർഡർ ഇറങ്ങി നമ്മൾ ഡിസ്കഷനാണ് ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും മൊത്തത്തിൽ. അപ്പോൾ അത് അങ്ങനെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നത് മരങ്ങളുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ പ്യൂരിഫിക്കേഷൻ നടക്കും, നല്ല ശുദ്ധവായു ശ്വസിക്കാം. നമുക്കറിയാം രാവിലെ ഒരു 5 മണി തൊട്ട് ഈ ക്യാമ്പസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമ്പസിൽ ഒരുപാട് ആളുകൾ നടക്കാനായിട്ട് വരുന്നുണ്ട്. ടീച്ചർ ഇവിടെ ഏത് സെക്ഷനിൽ വർക്ക് ചെയ്യുന്നു? ഞാൻ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലാണ് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട്. ഇപ്പൊ നമുക്ക് ഇത് ഇത്രയുള്ള പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം എന്താ, അല്ലെങ്കിൽ ഈ വളർന്നു വരുന്ന തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം? എനിക്ക് തോന്നുന്നു ഇവരുടെ പ്രായത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് തന്നെ 3 ആയിട്ട് കളക്ട് ചെയ്തുകൊണ്ട് നമുക്കറിയാം റീയൂസ് ചെയ്യുന്നത്, റീസൈക്കിള്. അപ്പം അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് അവരെ കൊണ്ടുവരികയാണെങ്കിൽ ഇപ്പം തന്നെ അവരുടെ പ്രൈമറി ലെവലിൽ തന്നെ അവരങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് തന്നെ തറവായിട്ട് പഠിച്ചു വന്നാൽ തന്നെ നമ്മുടെ ഒരു എൻവയോൺമെന്റ് പ്യൂരിഫൈ ചെയ്തുകൊണ്ട് നിന്നോളും. നല്ലൊരു പരിസ്ഥിതി ദിനമായിട്ട് നമുക്കൊരു ചെടി നട്ടിട്ട് തന്നെ അതങ്ങ് നടത്താം. അതെ, പോസിറ്റീവായിട്ട് അങ്ങ് നടത്താം. കുസാറ്റിലെ വിദ്യാർത്ഥികൾ ഇവർ NSSന്റെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നവരാണ് അല്ലേ? നിങ്ങൾ ഭയങ്കര ആക്റ്റീവ് അല്ലേ? അതിൽ ഒത്തിരി ഇവരെ സപ്പോർട്ട് കൊടുക്കുന്നതാണ് NSSൽ. അപ്പം നിങ്ങൾക്ക് അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഈ ക്യാമ്പസിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? നമ്മൾ ഇവിടെ ഫസ്റ്റ് ടൈം നമ്മൾ എൻവയൺമെൻറ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ക്ലീൻ ക്യാമ്പസ് ഇനീഷ്യേറ്റീവ് ഉണ്ട്. എല്ലാ മാസത്തിൽ എല്ലാം നമ്മുടെ സ്വന്തം ക്യാമ്പസിൻ്റെ ചുറ്റുവട്ടത്തുള്ള വേസ്റ്റുകളും അതും ഇതൊക്കെ കളക്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യും. പിന്നെ ഒരു റീസെൻ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു വേസ്റ്റ് കളക്ഷൻ ക്യാമ്പയിനാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പല വീടുകളിലും ഒരു ഓഫീസുകളിലൊക്കെ പോയിട്ട് പഴയ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റാത്ത പ്ലാസ്റ്റിക്സ് അല്ല, ഇലക്ട്രോണിക് വേസ്റ്റ്, ഉപയോഗിക്കാൻ പറ്റാത്ത ഇലക്ട്രോണിക് വേസ്റ്റ്, പഴയ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ഫോട്ടോ കോപ്പി മെഷീൻ, അങ്ങനെ അതൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് പാലക്കാടുള്ള ഒരു ക്ലീൻ കേരള എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്, അവർക്ക് അത് കൊടുക്കും. അവർ ഹൈദരാബാദിലേക്ക് അയച്ചിട്ട് അത് റീസൈക്കിൾ ചെയ്യും. എന്നിട്ട് ഏറ്റവും നല്ലൊരു ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇത് ആൾക്കാരെ എൻകറേജ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. കാരണം നമുക്ക് ഓരോ kgക്ക് 25 rupees വെച്ചിട്ട് കിട്ടും ഈ വേസ്റ്റിന്. അപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ നല്ല ആക്റ്റീവായിരുന്നു. അങ്ങനെ ഒരു ഇതുണ്ട്.
പിന്നെ എന്ന് വെച്ചാൽ നമ്മളൊരു ഫ്യൂവൽ കൺസപ്ഷൻ കുറക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് സൈക്കിൾ റാലീസ് നടത്താറുണ്ട്. സൈക്കിൾ റാലീസും നല്ലൊരു തോട്ടാണ്. അതെ, വോക്കത്തോൺസും അതും ഇതൊക്കെ നടത്താനുണ്ട്. എന്താണ് നിങ്ങളുടെ അടുത്ത പരിപാടി, അടുത്ത ആക്ടിവിറ്റി? നമ്മൾ ക്യുസാറ്റ് NSS യൂണിറ്റ് എല്ലാ പിള്ളേർക്കും ചെടി തരികയാണ്. ഇത് നിങ്ങൾ എല്ലാവരും കൊണ്ടുപോയി നടണം. റിഗാർഡിംഗ് നമ്മുടെ എൻവയൺമെന്റ് ഡേ അനുബന്ധിച്ചിട്ട്. ഇത് നട്ടാൽ മാത്രം പോരാ, ഇത് നോക്കുകയും വേണം. ഇത് ഭാവിയിൽ ഒരു വലിയ മരമായി മാറുന്നതാണ്. മരം ഒരു വരം എന്ന് പറയുന്ന പോലെ ഇനി ഹരമാക്കണം. എപ്പോഴും ഇത് എൻവയൺമെന്റ് ഡേന് മാത്രം ചെയ്യണമെന്നില്ല. എപ്പോഴും ഒരു സൈക്കിളാക്കി ഒരു മാസം ഒരു ചെടിയൊക്കെ വെച്ചിട്ട് എല്ലാവരും നട്ടാൽ നമുക്കൊരു നല്ലൊരു ഭാവി ഉണ്ടാവും. അപ്പം ഐശ്വര്യമായിട്ട് ഈ പരിസ്ഥിതി ദിനത്തിൽ അങ്ങ് കൊടുത്തോളൂ. ഭാവി തലമുറയ്ക്ക് കൊടുത്തോ, ഓരോരുത്തരായിട്ട് മേടിച്ചോ. കൊച്ചു ടിവിയും കുസാറ്റും ചേർന്ന് അവതരിപ്പിക്കുന്ന ശുചിത്വം സുന്ദരം ഈ കേരളം. അപ്പം ഞാനിപ്പോൾ നമ്മുടെ കുസാറ്റിലെ തന്നെ ക്യാമ്പസിൽ ഇവിടെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഡാമിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. അത് മാത്രമല്ല എൻ്റെ കൂടെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാം, എന്തൊക്കെയാണ് പരിസ്ഥിതി പ്രവർത്തനങ്ങൾ, NSSൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ കുറേ കൊച്ചു കൂട്ടുകാരുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു തരാനായിട്ട് എനിക്ക് വളരെ കുറച്ച് അറിയത്തുള്ളൂ. അതേക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് നമ്മുടെ ഇവിടെ പ്രൊഫസർ KK സജു സാറുണ്ട്. സാർ നമസ്കാരം, സുഖമായിട്ടിരിക്കുന്നു? അപ്പം സാർ ഇപ്പം ഇവിടുത്തെ ഫാക്കൽറ്റി കൂടിയാണ്. എങ്ങനെയുണ്ട് സാർ ഇപ്പം ഒത്തിരി നാളെ ഇവിടെ വർക്ക് ചെയ്യും? ഞാനിവിടെ ഇപ്പോൾ 17 വർഷമായി. ഇവിടെ ഒരു കുസാറ്റിൽ 17 വർഷമായി. അപ്പോൾ ഇവിടുത്തെ പിള്ളേരൊക്കെ ആയിട്ട് ഇടപെട്ട് ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്. ഞങ്ങളൊരു ഗ്രൂപ്പ് നേച്ചർ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ആ ഗ്രൂപ്പാണ്. അതെ, ആ ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആയ കുറേ ആൾക്കാരുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്നത്തെ പരിസ്ഥിതി ദിവസം നമ്മളിങ്ങനെ കൂടിയിരിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ ഞാനിപ്പോൾ ഒരു ഡയറക്ടർ IRA ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറഞ്ഞൊരു പോസ്റ്റും കൂടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്ക് എനിക്ക് തോന്നുന്നു വീട്ടിലെ ശരിക്കും നമ്മൾ ഈ ഒരു സിസ്റ്റം നല്ലതാണ്. ഒരു വീട്ടിലേക്ക് നമുക്ക് വെള്ളം എന്താ പറയുക സേവ് ചെയ്യുക, റെയിൻ വാട്ടർ സേവ് ചെയ്യുക എന്ന് പറയുന്നത് പണ്ട് മുതലേ നമ്മൾ കൊണ്ടുവരുന്ന ഒരു രീതിയാണ് ശരിക്കും. അത് എല്ലാ വീടുകളിലും ഇല്ലെങ്കിലും കുറച്ചൊക്കെ വീടുകളിലുണ്ട്. ഇത് ഈ ക്യാമ്പസിൽ എങ്ങനെ കൊണ്ടുവന്നു, അതിന്റെ ഉപയോഗം എങ്ങനെയാണ്, സ്റ്റുഡൻസ് എത്രത്തോളം ഇൻവോൾവ് ആണ്? ഇതൊരു AICTയുടെ ഒരു പ്രോജക്റ്റ് ആയിട്ട് വന്നതാണ്. അത് റോയ് വി പോൾ എന്ന് പറയുന്ന സാറ് അവരൊരു സിവിൽ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഒരു പ്രോജക്റ്റ് കൊടുത്തിട്ട് AICT കൊടുത്ത ഒരു ഇതാണ്, ഒരു പ്രോജക്റ്റ് ആയിട്ട് കൊടുത്തത്. പക്ഷേ ഇത് ജനറലായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും പദ്ധതിയിൽ വരുന്നൊരു ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. നമ്മൾ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ 6 മാസം മഴയും 6 മാസം വെയിലുള്ള ഒരു സംസ്ഥാനമാണ്. പക്ഷെ ഇപ്പൊ ഒരു കൊടും ചൂട് കഴിഞ്ഞിട്ട് ഈ ചൂട് നമുക്കൊന്നും സഹിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ മഴ പെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ മറന്നു പോവാണ്. 6 മാസം നടന്ന ബുദ്ധിമുട്ട് നമ്മൾ മറന്നു പോകണം. അതെ, അപ്പൊ ആ ബുദ്ധിമുട്ട് നമ്മൾ മറന്നു കഴിയുമ്പോൾ ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് മഴവെള്ള സംഭരണി എന്ന് പറയുന്ന കാര്യം നമ്മൾ മറന്നു പോകരുത് ഒരിക്കലും. ഇപ്പോൾ വരുന്ന വെള്ളം നമ്മൾ സംഭരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ഉള്ളൂ ഇനി അടുത്തുള്ള 6 മാസം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ പറ്റും. അതായത് ഇപ്പൊ നമ്മുടെ ടെറസിൽ വരുന്ന മഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സെന്റിമീറ്ററിൽ കിട്ടുന്ന മഴയാണ്. ആ മഴ മുഴുവൻ സംഭരിച്ച് ക്ലീൻ വാട്ടറാണ്. റെയിൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് റെയിൻ കഴിഞ്ഞാൽ അബ്സല്യൂട്ട് പ്യൂർ വാട്ടറാണ് വരുന്നത്. നേച്ചറിൽ ഇത്രയും പ്യൂർ ആയിട്ടൊരു വാട്ടർ വേറെ സ്ഥലത്ത് കിട്ടാനില്ല. റെയിൻ വാട്ടറാണ് ഏറ്റവും പ്യൂർ. നമുക്ക് വേണമെങ്കിൽ നേരിട്ട് കുടിക്കുകയും ചെയ്യാം, എക്സെപ്റ്റ് ഫോർ പൊല്യൂഷൻ ഏരിയാസ്. പൊല്യൂഷൻ ഇല്ലാത്ത ഏരിയ, നമ്മൾ ബേസിക്കലി അങ്ങനെ വലിയ പ്രശ്നമുള്ള ഏരിയ അല്ല. അപ്പോൾ ആ വെള്ളം സംഭരിച്ചിട്ട് നമ്മൾ താഴത്തുള്ള ടാങ്കിലോ അല്ലെങ്കിൽ മുകളിൽ തന്നെ ടാങ്കിലോ സംഭരിച്ച് കഴിഞ്ഞിട്ട് ഈ 6 മാസത്തേക്ക് നമ്മൾ പ്രിപ്പയർഡ് ആവണം. അതിനുള്ളൊരു സംവിധാനമാണ് ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. യെസ്, അപ്പം ഞാൻ ഇപ്പം കുസാറ്റ് ക്യാമ്പസിനകത്ത് ഒരു ഗാർഡനിൽ ഇങ്ങനെ ഇരിക്കുവാണല്ലോ, ഒരു പാർക്ക് ഗാർഡൻ എന്നൊക്കെ പറയാം. വളരെ ഭയങ്കര രസമുള്ള ഭയങ്കര കൂളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. ശരിക്കും ഇത്രയും വലിയ ക്യാമ്പസിനകത്ത് ഓരോ സെക്ഷൻ വൈസാണ് നിങ്ങൾ ഇങ്ങനെ എന്താ പറയുക, ഒരു ഗാർഡൻ, ഒരു പാർക്ക്, അങ്ങനെ സെക്ഷൻ വൈസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമ്മുടെ കൂടെ സാറുണ്ട്. സാർ പറയും. ഇതൊരു എക്കോ ഫ്രണ്ട്ലി പാർക്കായിട്ട് ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒന്നാണ്. അതിനു മുമ്പ് വളരെ ഇതിങ്ങനെ ഈ ബിൽഡിംഗ് ഇതൊക്കെ പറഞ്ഞ് കുറച്ച് കാട് പിടിച്ച് കിടക്കുമായിരുന്നു. നമ്മുടെ പുതിയ വൈസ് ചാൻസലർ ലത മാഡം ചാർജ് എടുത്തതിന് ശേഷം മാഡത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റിൽ ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ട് മരങ്ങളെല്ലാം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പ്രത്യേക രീതിയിൽ ഓരോ മരത്തിനും പ്രത്യേക രീതിയിൽ പേരിട്ടിട്ടില്ല, പേരൊക്കെ റീസെൻ്റ് ആയിട്ട് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് വളരെ റീസെൻ്റ് ആയിട്ട് ഉണ്ടാക്കിയേക്കണതാണ്. അപ്പോൾ ഇത്
എക്കോ ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ പിന്നെ കുട്ടികൾക്ക് ഏത് സമയത്ത് ഇതിന്റെ അടിയിൽ വന്നിരിക്കാൻ നല്ല അന്നേരം ഞാൻ പറഞ്ഞു നമ്മുടെ യൂണിവേഴ്സിറ്റി അതോറിറ്റീസ് എല്ലാം ഇരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കാണ് ഇതിന്റെ ബാക്ക്. മനഃപൂർവ്വമാണോന്നല്ല, ഇങ്ങനത്തെ ഒരു ലൊക്കേഷൻ കിട്ടി. അതിന്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ നല്ല ഒരു വൈകുന്നേരങ്ങളിൽ രാത്രി ആയി കഴിഞ്ഞാൽ ധാരാളം പക്ഷികൾ വന്ന് ചേക്കേറും. വൈകുന്നേരങ്ങളിലാണ് ധാരാളം കുട്ടികൾ വന്നിരിക്കുന്നത്. വെറൈറ്റി ഓഫ് മരങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ക്യാമ്പസിൽ പല സ്ഥലങ്ങളിലും നമ്മൾ മരങ്ങൾ നടുമ്പോൾ അതിന്റെ ഈ മണ്ണിൽ വളരുന്ന മരങ്ങൾ ഏതൊക്കെയാണെന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് മരങ്ങൾ നടുന്നത്. അതുകൊണ്ട് നടുന്ന മരങ്ങൾ വളരെ ഇതിൽ മണ്ണിന് അനുയോജ്യമായ രീതിയിലുള്ള മരങ്ങളാണ് സെലക്ട് ചെയ്യുന്നത്. ആ മരങ്ങൾ വളരെ പെട്ടെന്ന് വളരുകയും നല്ലൊരു പച്ചപ്പ്, ഹാർഡായിട്ടുള്ള മണ്ണാണ്, അമ്ല ഗുണമൊക്കെ കുറച്ചുണ്ട്. അപ്പം അതിനെല്ലാം അത് തന്നെ. അപ്പം അങ്ങനെയുള്ള ഇതെല്ലാം ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ നേച്ചർ ക്ലബിൻ്റെ ഇതിൽ മരങ്ങൾ നട്ടിട്ടുള്ളത്. ആ മരങ്ങളൊക്കെ ഒരുമാതിരി നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഈ ക്യാമ്പസിൽ ജീവിക്കാനുള്ള രീതിയിലാണ് NSS പോലെയുള്ള സംരംഭങ്ങൾ, നേച്ചർ ക്ലബ്. അത് തന്നെ പഠിക്കാനും വായിക്കാനും ഒക്കെ ഭയങ്കര രസമായിരിക്കും. അത് തന്നെ. ക്യാമ്പസ് വളരെ ലൈവാണ്. ഇപ്പൊ ഇത് ഹോളിഡേ ആയതുകൊണ്ട് കുറച്ച് കുട്ടികളുടെ കുറവുണ്ടെങ്കിലും ക്യാമ്പസ് അടുത്ത മാസം തൊട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ ലൈവായിരിക്കും. ഈ ഒരു ദിനം വളരെ ഭംഗിയായിട്ട് കൊണ്ടാടണമെന്നും കൊച്ചി TV ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ പരിപാടി ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. കൊച്ചി TVയുടെ ആളുകളോട് വളരെയധികം സന്തോഷമുണ്ട്. വനം വന്യജീവി വകുപ്പ് വളരെ വിപുലമായ പരിപാടികളാണ് പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത്. വൈപ്പിൻ സെന്റ് അഗസ്റ്റിൻ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഘോഷയാത്ര പ്രകൃതിയുടെ പ്രാധാന്യം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒന്നായിരുന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ബോധവൽക്കരണ പരിപാടി മുൻ മന്ത്രിയും MLAയുമായ S. ശർമ്മ ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി ദിനത്തോട് ഭാഗമായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മുൻ മന്ത്രിയും ഇപ്പോഴത്തെ MLAയുമായ ശ്രീ S. ശർമ്മ സാറും കൂടിയാണ്. നമുക്ക് ശർമ്മ സാറിനോട് ചോദിക്കാം, എന്ത് സന്ദേശമാണ് നമ്മൾ കൊച്ചു കൂട്ടുകാർക്ക് നൽകാനുള്ളത്? അമ്മയെ ആദരിക്കുന്നത് പോലെ ആദരവർഹിക്കുന്നതാണ് പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത്. പരിസ്ഥിതി സംരക്ഷിക്കപ്പെടാൻ കഴിയാതെ പോയാൽ നാം നമ്മളെ സ്വയം ശിക്ഷിക്കുന്നതിന് തുല്യമായിരിക്കും. സ്വയം ശിക്ഷ ചോദിച്ചു വാങ്ങിച്ചാൽ അത് ദുരന്തങ്ങളിലേക്ക് വഴിവെക്കും. ആ ദുരന്തങ്ങളില്ലാത്ത ഒരു പ്രകൃതിക്കും സമൂഹത്തിനും വേണ്ടിയുള്ള ജീവിതമാകണം യഥാർത്ഥത്തിലുള്ള പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത്. അത് കുട്ടികളുടെ സിലബസിലേക്ക് പ്രവേശിക്കണം. നിത്യജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായിരിക്കണം. വരും കാലത്തിൻ്റെ പ്രത്യാശകളാണ് കുട്ടികളെന്നുള്ളത്. കുട്ടികൾക്കിപ്പോൾ ഓരോ സബ്ജക്റ്റും പ്രത്യേകമായി സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്നുണ്ട്. ആ പഠനത്തോടൊപ്പം പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത് ഒരധ്യായവും ഒരു സിലബസും ഒരു അജണ്ടയുമായി മാറ്റി തീർക്കുക എന്ന പ്രക്രിയയിലേക്ക് കൂടി പങ്കുവഹിക്കുമ്പോഴാണ് ലോകത്തെക്കുറിച്ചറിയാനുള്ള ഒരു സത്യാന്വേഷണമാണ് യഥാർത്ഥത്തിൽ പരിസ്ഥിതി സംരക്ഷണമെന്ന പൊതുബോധത്തിലൂടെ വികസിച്ചു വരുന്നത്. ആ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുമ്പോഴാണ് നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാനാവുന്നത്. അതായിരിക്കണം പരിസ്ഥിതി സന്ദേശം എന്ന നിലക്ക് ഞാൻ ചിന്തിക്കുന്നത്. പുഴകൾ മലിനമാകുന്നതിന്റെ വിപത്തിനെ പറ്റി കൂട്ടുകാർ ഓർത്തിട്ടുണ്ടോ? കേരളത്തിലെ 44 നദികളിൽ ഭൂരിഭാഗവും ഇന്ന് മലിനമാക്കപ്പെട്ടു കഴിഞ്ഞു. കേരളത്തിലെ ഏക ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട തടാകവും ഇന്ന് മരണഭീതിയിലാണ്. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായ ഫാദർ പോൾ തെനായലിന്റെ വാക്കുകൾ മലിനീകരണത്തിന്റെ തീവ്രത നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ മുതൽ അവർക്കൊരു ബോധവൽക്കരണം നടക്കണം. ശുചിത്വത്തെപ്പറ്റി, മാലിന്യങ്ങൾ അവിടെ കുന്നുകൂടുന്നതിനെപ്പറ്റി ഒക്കെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം. അതുപോലെ നമ്മുടെ നാട്ടിലെ മരങ്ങളൊക്കെ നശിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പുഴകൾ പറ്റിപ്പോകുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ പാടങ്ങളൊക്കെ നികത്തി കഴിയുമ്പോണ്ടാകുന്ന പ്രശ്നങ്ങൾ, കാലാവസ്ഥയിൽ പെട്ടെന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട്
പ്രകൃതിയോട് സ്നേഹമുള്ള ഒരു സമൂഹമായി നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരണം. അതുകൊണ്ട് ഏറ്റവും ആവശ്യമായിട്ട് ഈ ഒരു ബോധവൽക്കരണമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മുതൽ 1866 വരെയുള്ള കാലഘട്ടത്തിൽ അമേരിക്കയിൽ ജീവിച്ചിരുന്ന ഡ്വാമിഷ് ഗോത്ര തലവനായ ചീഫ് സീറ്റിൽ ഇങ്ങനെ പറയുകയുണ്ടായി: എർത്ത് ഡസ് നോട്ട് ബിലോങ് ടു അസ്, വി ബിലോങ് ടു എർത്ത്. ഭൂമി നമുക്ക് വേണ്ടിയുള്ളതല്ല, നമ്മൾ ഭൂമിക്ക് വേണ്ടിയുള്ളതാണ്. കാലാവസ്ഥാ വ്യതിയാനമാണ് മലിനീകരണത്തിന്റെ പരിണിത ഫലം. ഇതാണ് ഗ്ലോബൽ വാർമിംഗിലേക്ക് വഴിതെളിക്കുന്നത്. വ്യവസായ വിപ്ലവത്തിന്റെ ഫലമായി ധാരാളം മാലിന്യങ്ങൾ പ്രകൃതിയിലേക്ക് പുറംതള്ളാൻ തുടങ്ങി. തന്മൂലം ഗ്രീൻ ഹൗസ് പ്രതിഭാസത്തിന് ഇത് വഴിതെളിച്ചു. ഈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റാണ് പ്രധാനമായും ഗ്ലോബൽ വാർമിംഗിന് കാരണമാകുന്നത്. കാർബൺ ഡയോക്സൈഡ്, ക്ലോറോഫ്ലൂറോ കാർബൺ, നൈട്രസ് ഓക്സൈഡ് തുടങ്ങി നിരവധി വിഷമയമായ മാലിന്യങ്ങൾ ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ തന്നെ ദോഷകരമായി ബാധിക്കും വിധം വ്യവസായശാലകളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും മറ്റും പുറംതള്ളപ്പെടുന്നു. പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് 2050 ഭൂമിയിലെ താപനിലയിൽ 4 ഡിഗ്രി സെൽഷ്യസ് മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കുമെന്നാണ്. തന്മൂലം ഭൂമി ചുട്ടുപഴുക്കുകയും അന്റാർട്ടിക്കയിലും മറ്റും മഞ്ഞുരുകാൻ കാരണമാവുകയും ഭൂമിയുടെ സന്തുലിതാവസ്ഥ തകിടം മറിയുകയും ചെയ്യും. നമ്മളുടെ ഭൂമിയുടെ സൗന്ദര്യം വർണ്ണനാതീതമാണ്. ആമസോൺ കാടുകൾ, ഹിമാലയൻ മലനിരകൾ, കണ്ണെത്താത്ത ദൂരത്തോളം പരന്നുകിടക്കുന്ന താഴ്വരകൾ, കൊടും വനങ്ങളും വൃക്ഷലതാദികളും, പാറക്കെട്ടുകൾ, വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ തുടങ്ങി ഭൂമിയുടെ ജീവനാഡികളെല്ലാം ഇന്ന് നാശത്തിന്റെ വക്കിലാണ്, കൊടും നാശത്തിന്റെ. ഇവയെല്ലാം വരും തലമുറയ്ക്കായി കരുതി വെക്കേണ്ടത് നമ്മുടെ കടമയാണ്. അല്ലെങ്കിൽ ഇനിയും മരിക്കാത്ത ഭൂമിക്കായി നമുക്ക് ചരമഗീതം എഴുതേണ്ടി വരും.